ബി.ജെ.പിക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം തിരിച്ചടി എന്നുള്ളതാണ് ചോദ്യം. കണക്കുകളിൽ തിരിച്ചടിയാണ്, രാഷ്ട്രീയമായും തിരിച്ചടിയാണെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പക്ഷേ അപ്പോഴും ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയെ, ആ രാഷ്ട്രീയ സാന്നിധ്യത്തെ ഒട്ടും കുറച്ച് കാണാത്ത ഒരാളാണ് ഞാൻ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നഗരങ്ങളിൽ ബി.ജെ.പി പിടിച്ചിരിക്കുന്ന വോട്ടുകളെ നമ്മൾ ചെറുതാക്കി കാണണ്ട എന്നുള്ളതാണ്. തിരിച്ചടിയുടെ കാര്യം ഞാൻ രണ്ടാമത് പറയാം. എന്തുകൊണ്ടാണ് നഗരങ്ങളിൽ? നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ബി.ജെ.പി വളർന്ന എല്ലായിടങ്ങളിലും ബി.ജെ.പി അധികാരത്തിലേക്ക് എത്തുന്നത് ആദ്യം ഗ്രാമങ്ങളെ പിടിച്ചുകൊണ്ടല്ല. നിങ്ങൾ ഗുജറാത്തിലെ ആദ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും. മോദിയുടെയും അമിത്ഷായുടെയും സ്ട്രാറ്റജിയിലുണ്ടായിരുന്ന ആദ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തുടങ്ങി അത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബി.ജെ.പി നഗരകേന്ദ്രീകൃതമായി അവരുടെ ആസൂത്രണം നടത്തുന്നതെന്ന് വ്യക്തമാണ്. നഗരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആശിഷ് നന്ദി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നഗരങ്ങളിലെ വോട്ടർമാരും ഗ്രാമങ്ങളുടെ വോട്ടർമാരും രണ്ട് രീതിയിലാണ് ചിന്തിക്കുക. നഗരങ്ങളിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയത്തെ ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി സ്വത്ത് രാഷ്ട്രീയത്തിൽ അടിയുറച്ചു പോകാൻ സാധ്യതയുണ്ട്. അഥവാ നഗരങ്ങളിലുള്ളവർക്ക് വേരുബലം ഒരുപക്ഷെ അവരുടെ സ്വത്തുങ്ങളിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മുംബൈയിൽ ശിവസേന വരുന്നത് എവിടെയാണ്? മുംബൈ എന്ന മഹാനഗരത്തിലാണ് ശിവസേനയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിളയാട്ടം നടക്കുന്നത്. അവിടെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ശിവസേനയുടെ കരുത്ത് എന്ന് പറയുന്നത്. അഹമ്മദാബാദ് പിടിച്ചുകൊണ്ടാണ് ബി.ജെ.പി അധികാരത്തിൽ. പിന്നീട് ഗാന്ധിനഗർ. നോക്കൂ, നഗര കേന്ദ്രീകൃതമായിട്ട് ബി.ജെ.പിയുടെയും വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അത് നഗരങ്ങളിൽ നിന്ന് പിന്നീട് ഗ്രാമങ്ങളിലേക്ക് മാറ്റുന്ന രീതിയുണ്ട്. ഇവിടെയും ആ സ്വഭാവമുണ്ട്. അതിൻ്റെ തുടക്കമാണ് തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷനിൽ നേടിയിരിക്കുന്ന ഈ 50 സീറ്റുകൾ എന്ന് പറയുന്നത്. അത് ചെറുതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബി.ജെ.പിയുടെ വളർച്ചയെ ചെറുതായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. നഗരങ്ങളിൽ അതിനു പറ്റുന്നൊരു ജീവിത പരിസരമുണ്ട്. ആ ജീവിത പരിസരം ഒരു മധ്യവർഗത്തിൻ്റെ അഭിലാഷങ്ങളുടേതാണ്. ആ മധ്യവർഗ അഭിലാഷങ്ങളുടെയും അവരുടെ സ്വത്വത്തെയും അവരുടെ ഒരു ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിൻ്റെയും ഒക്കെ രാഷ്ട്രീയ അഭിലാഷം എന്ന നിലയിൽ കൂടിയാണ് നമ്മളതിനെ കാണുന്നത്. അവയിൽ കൂടുതൽ ക്ഷേത്ര പരിസരവും ക്ഷേത്ര സംസ്കാരവുമുള്ള പ്രദേശങ്ങൾ കൂടിയാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ബി.ജെ.പിക്ക് വളമുള്ളൊരു മണ്ണൊരുങ്ങുകയും ചെയ്യും. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഈ ഹിന്ദു വോട്ടുകൾ ക്രോഡീകരിച്ച് കിടക്കുന്ന ഇടങ്ങൾ തുലവും കുറവാണെന്ന് മാത്രമല്ല, അത്തരം ഇടങ്ങളിൽ പോലും ഇടതുപക്ഷം വളരെ ശക്തമായ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നമ്മൾ രണ്ടായിട്ട് കാണണം. ഒന്നാമത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും. ഈ ബി.ജെ.പിയുടെ വളർച്ചയെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും എന്നായിട്ട് കാണണം. കാരണം ബി.ജെ.പിയുടെ ഒന്നാം ഘട്ടത്തിലുള്ള വളർച്ചയിൽ നമ്മൾ കണ്ടത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസുകളിൽ വിള്ളലുണ്ടാക്കിയാണ് ബി.ജെ.പി വരുന്നതെങ്കിൽ, രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ ഉലയാൻ പോകുന്നത് CPM-ൻ്റെയാണ്. ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ ഭയന്നിരുന്നതും ഒരുപക്ഷെ കൂടുതൽ ഈഴവ വോട്ടുകൾ, SNDP വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ലോക്സഭയുടെ അതേ പാറ്റേണിൽ ഒഴുകുമെന്നാണ്. പക്ഷേ ഇക്കുറി ഇടതുപക്ഷത്തിന് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും പിടിച്ചിരിക്കുന്നത് ആരുടെ പ്രധാനപ്പെട്ട വോട്ടുകളാണ് എന്നുള്ളതിന് കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 41 വാർഡുകളിൽ ബി.ജെ.പി ഒന്നാമതെത്തിയ സ്ഥലത്ത് മൂന്നാമതായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഓർമ്മിക്കണം, കഴിഞ്ഞ തവണയും അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥയെങ്കിലും കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും ബി.ജെ.പിയും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പല വാർഡുകളിലും 50 വോട്ടുകളിൽ താഴെയുമാണ്. കോർപ്പറേഷന്റെ കാര്യമാണ്. അത് ആരുടെ സിറ്റിംഗ് വാർഡാണ്? CPM-ൻ്റെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവിടുത്തെ കണക്ക് നോക്കൂ, മൊത്തം തിരുവനന്തപുരം കോർപ്പറേഷൻ, അതാണ് കൗതുകകരമായ കണക്ക്. മൊത്തം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ട്, നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് സീറ്റുകൾ കൂടുതൽ ബി.ജെ.പിക്ക് കിട്ടി. പക്ഷേ വോട്ടിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 529 വോട്ടുകളുടെ കുറവുണ്ട്. ഈ LDF പിടിച്ചിരിക്കുന്നത് 1,60,861 വോട്ടുകളാണ്. NDA, അതായത് ഭൂരിപക്ഷം അവിടെ കിട്ടിയ NDA അവിടെ നേടിയിരിക്കുന്നത് 1,60,232 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 529 വോട്ടുകളുടെ കുറവ്. 529 വോട്ടുകളുടെ കുറവ് കോർപ്പറേഷൻ പരിസരത്ത് അല്ലേ, അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 529 വോട്ടുകൾ കുറവായിട്ടും അവർക്ക് സീറ്റുകൾ അവിടെ നേടാൻ സാധിക്കുന്നു, കോർപ്പറേഷൻ സീറ്റുകൾ നേടാൻ സാധിക്കുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാണ് അത് മാറിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വിലയിരുത്തപ്പെടും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാം ഘട്ടത്തിൽ ബി.ജെ.പിക്ക് സാധിച്ചതുപോലെയുള്ളൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഇപ്പോഴും ലെഫ്റ്റ് ബേസ് വോട്ടുകൾ കൂടുതലും കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ബി.ജെ.പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ വലുപ്പം കുറവാണ് എന്നാണ്. എങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നാം ഘട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. ഇനി മൊത്തത്തിലുള്ള ബി.ജെ.പിയുടെ കാര്യം നോക്കാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിർണായകമായ കാര്യമാണ്. ബി.ജെ.പിക്ക് ഇത്തവണ പാളാനുള്ള രണ്ട് കാരണങ്ങളിലൊന്ന് ഈ ഈഴവ വോട്ടുകളിൽ നിന്ന് കാര്യമായി ലോക്സഭയിൽ ഒലിച്ചതുപോലെ ഒലിച്ചുപോയില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഏറ്റവും വലിയ പരീക്ഷണമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്ന ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം അമ്പേ പരാജയപ്പെട്ടു.
4 പരാജയങ്ങൾ നിങ്ങൾക്ക് കാണാം ബി ജെ പിയുടെ സ്ട്രാറ്റജിയിൽ. ഒന്ന്, ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തിയപ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമായിട്ട് ഒതുങ്ങി. രണ്ടാമത്തത്, അവരുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ പരാജയപ്പെട്ടു. കേക്കും ഷെയ്ക്ക് ആൻഡും മോദി മിത്ര പരിപാടിയും കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കൂല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി. 3, സുരേഷ് ഗോപി മുൻനിർത്തിയുള്ള തൃശ്ശൂർ പരീക്ഷണം അമ്പേ പാളി. അതേ മാതൃകയിലുള്ള തൃശ്ശൂർ പരീക്ഷണം പാളി എന്നതിൻ്റെ ചിത്രമാണ്. 4ാമത്തെ പ്രധാനപ്പെട്ട പരീക്ഷണം എന്ന് പറയുന്നത് കാസ അടക്കമുള്ള തീവ്രവർഗീയ ശക്തികളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള ബി ജെ പിയുടെ നീക്കവും അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ 3 കണക്കുകൾ പറയാം. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ കാണാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട ജില്ലകൾ: ഒന്ന് ഇടുക്കി, ഒന്ന് കോട്ടയം, പിന്നെ മറ്റൊന്ന് എറണാകുളം. ഈ 3 ജില്ലകളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് കണക്കുകൾ മനസ്സിലാവും. കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ കോട്ടയത്തെ 15% എൻ ഡി എ, കുറഞ്ഞതല്ല. ദേശീയ ശരാശരി, സംസ്ഥാന ശരാശരിക്ക് ഒപ്പം നിൽക്കുന്ന കണക്കാണ്. 15% ഉള്ളൂ. കോട്ടയത്ത് വലിയ സാധ്യതകൾ, ഷോൺ ജോർജ് അടക്കം വലിയ സാധ്യതകൾ. 2 ജനറൽ സെക്രട്ടറിമാരുള്ള പാർട്ടിയാണ്. പണ്ടൊരു റേച്ചൽ മത്തായിയെ കുറിച്ച് മാത്രമേ നമ്മൾ കിസിൽ കേട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ കേട്ടത് പി സി തോമസാ. 2009 അല്ലേ, അതിനുശേഷം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി സി തോമസ് 2004 പി സി തോമസ് എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ട് വിജയിക്കുന്ന ഘട്ടം. അപ്പോൾ പി സി തോമസിനെയും റേച്ചൽ മത്തായിയെയും കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരായിട്ട് തന്നെ 2 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഒന്ന് ഷോൺ ജോർജും, പിന്നൊന്ന് അനൂപ് ആന്റണിയും. ഷോൺ വൈസ് പ്രസിഡന്റ് അനൂപ് ആന്റണിയും ഉണ്ട്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ്. നോക്കൂ, രാജീവ് ചന്ദ്രശേഖരന്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് 2 പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാക്കളാണ്. പിന്നൊന്നുള്ളത് എസ് സുരേഷാണ്. ഇവരുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് കോട്ടയത്ത് 15% ഒതുങ്ങിയത്? ഇനി ഇടുക്കിയിലേക്ക് വരാം. അവിടെ അമ്പേ പരാജയമാണ്. പ്രേക്ഷകർ ആലോചിക്കണം, ഈ തിരഞ്ഞെടുപ്പിന് മുൻപ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള സ്റ്റോറി ആദ്യം പ്രദർശിപ്പിച്ചത് ഈ ഇടുക്കിയിലാണ്. കേരള സ്റ്റോറി കേരളം മുഴുവൻ തിരസ്കരിക്കുമ്പോൾ അതാദ്യം ഇടവകകൾ കേന്ദ്രീകരിച്ച് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം വരുന്ന ജില്ല ഇടുക്കിയാണ്. ആ ഇടുക്കിയിൽ 6.81%. അതായത് സംസ്ഥാനത്തിന് കിട്ടിയതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല ഇടുക്കിയിൽ. 6.81. അവിടെ യു ഡി എഫിന് കിട്ടിയത് എത്രയാണ്? 45.4. എൽ ഡി എഫിന് കിട്ടിയത് 35.06%. ഇടുക്കിയിൽ എന്തേ ബി ജെ പി 6.81% ഒതുങ്ങി? ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം വിജയിച്ചോ? മൂന്നാമത്തത് എറണാകുളം നോക്കൂ. എറണാകുളത്ത് 9.40 അവിടെ യു ഡി എഫ് 41.49 എൽ ഡി എഫ് 26.53% നേടുമ്പോഴാണ് 9.40% നിൽക്കുന്നത്. ഇനി കണ്ണൂർ കുടിയേറ്റ മേഖലകളിലൂടെ കണക്കുകൾ കൂടി ഞാൻ പറയാം. അവിടെ 8.62% ബി ജെ പിയുടെ കഥയായി പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള മേഖലകളിലെല്ലാം അമ്പേ പറഞ്ഞോട്ടെ. അതായത് നേരത്തെ ഷോൺ ജോർജിനെ കോട്ട് ചെയ്തത് കൊണ്ടാണ്. ഷോൺ ജോർജ് നേരിട്ട് പോയി പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഷോൺ ജോർജ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്ന മട്ടിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ്, ഞാൻ എന്തായാലും ഷോണിനെ ക്രിസ്ത്യൻ ആയിട്ടല്ല കാണുന്നത്, ഒരു ബി ജെ പിയുടെ ഒരു നേതാവായിട്ടാണ്. അല്ലാതെ ജാതി തിരിച്ച് ഷോണിനെ ഞാൻ കാണുന്നില്ല. പക്ഷേ അതല്ല, നിങ്ങൾ ജാതി തിരിച്ച് പറയുകയാണ്. അല്ലല്ല, ജാതി തിരിച്ച് മതം തിരിച്ച് പറയുകയാണ്. മതം തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ക്രിസ്ത്യൻസ് രാജീവ് ചന്ദ്രശേഖരൻ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. ബി ജെ പി നേതാവാണ്. കാസ എന്ന സംഘടന ക്രിസ്ത്യൻ സംഘടനയാണോ? ബി ജെ പി നേതാവാണ്. ഞാൻ ഡിസെന്റ് ചെയ്ത കാര്യം അതാണ്. കാസയുടെ രാഷ്ട്രീയ രൂപം എൻ ഡി എക്കാണോ പിന്തുണ പ്രഖ്യാപിച്ചത്? അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നെങ്കിൽ ഞാനത് പറയാം. ഞാൻ പറഞ്ഞു തീർന്നതിന് ശേഷം താങ്കൾക്ക് തുടരാം. ഇത് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴേക്കും ഇതായിരുന്നില്ലല്ലോ വാദം. ശരി, അപ്പോൾ പൂഞ്ഞാർ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത്, അവിടെ മാത്രം ബി ജെ പിക്ക് 15% വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ 2020 നിന്ന് 11.4% നിന്ന് 26.9% ബി ജെ പിയുടെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത്. അവിടെ യു ഡി എഫിന് 38.8 നിന്ന് 39.8% മാത്രം. കാരണം യു ഡി എഫ് വലിയ വളർച്ചയുണ്ടാക്കിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൽ ഡി എഫിന് അവിടെ 34.2% നിന്ന് -1.9, അത്രയും കുറഞ്ഞ 32 വീഴുമ്പോൾ അവിടെ 15% വോട്ട് വർധന ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് ഞാൻ പറഞ്ഞോട്ടെ. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ തൃശ്ശൂരിൽ 6 നിന്ന് 8 സീറ്റായി ഉയർന്നു. ശരി, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ 15% വർധനമുണ്ടാക്കിയതുകൊണ്ട് എന്താണ് താങ്കൾ പറഞ്ഞു വരുന്നത്? 15% വർധനയും 1.2% തളർച്ചയും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കൂ. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തല്ല. ശരി, ഞാൻ കുറച്ച് കണക്കുകൾ അങ്ങോട്ട് പറയാം. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ എല്ലാം എന്ത് സംഭവിച്ചു എന്നത് നോക്കൂ. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ പാളയത്ത് വെട്ടുകാട് പൗണ്ട് കടവിൽ എന്താ സംഭവിച്ചത്?
എണ്ണിയെടുക്കാൻ പോലും വോട്ടുകളില്ല പൗണ്ട് കടവിൽ. ക്രിസ്ത്യൻ വോട്ട് ബാങ്കാ. എന്താ അവിടെ ക്രിസ്ത്യൻ വോട്ട് BJPക്ക് പോവാത്തത്? എന്തുകൊണ്ടാണ് പൗണ്ട് കടവിൽ പോവാത്തത്? എന്തുകൊണ്ടാണ് വെട്ടുകാട് പള്ളിയുടെ സമീപത്ത് BJPയുടെ വോട്ടിൽ ഒരു വോട്ടിൻ്റെ വർധന ഉണ്ടാക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് പാളയത്ത്? എന്തുകൊണ്ടാണ് നാലാഞ്ചിറയിൽ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തെത്തിയ മണലൂരിൽ, ഒല്ലൂരിൽ, അതേപോലെ ഇരിങ്ങാലക്കുടയിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളുടെ ഇടങ്ങളിലേക്ക് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാതി പോലും പിടിക്കാൻ പറ്റാഞ്ഞത്? വൈ? അപ്പോഴാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ 15% വർദ്ധിച്ചത് ഞാൻ പറഞ്ഞത് വൈസ് പ്രസിഡന്റ് നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ അത് ആശ്വസിക്കാൻ വേണ്ടി അവതരിപ്പിച്ചുള്ളൂ. ആശ്വസിക്കാൻ വേണ്ടി തിരുവനന്തപുരം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന 45 വർഷം ഭരിച്ച പാർട്ടി തോറ്റമ്പിയത് അംഗീകരിക്കാൻ ആദ്യം ഓരോ കണക്കുകളും എടുത്ത് നമ്മൾ പറയുകയാണ്. ഞങ്ങളല്ലല്ലോ പറഞ്ഞത് 25% വോട്ട്. 45 വർഷം ഭരിച്ചവർ എവിടെ പോയി? ഒറ്റ ചോദ്യം. ആര്യ രാജേന്ദ്രന്റെ മേയർ ഭയങ്കരമായിട്ട് പറഞ്ഞാണല്ലോ എന്തായി? 25% വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ കാൽക്കുലേഷൻ എവിടെയാ പാളിയത്? അതാ പാർട്ടി വിലയിരുത്തുന്നത്. അതാ പാർട്ടി 45 കൊല്ലം ഭരിച്ച കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതിന്റെ കാരണം എന്താ? അതാണ് ഒരു ചോദ്യം. 25% പോയ BJPയുടെ തളർച്ചയെ നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നഗരങ്ങളിലുള്ള BJPയുടെ വളർച്ച അത് മൊത്തത്തിലുള്ള ഒരു പാറ്റേൺ. ഇവിടെ തളർന്നത് CPIM ആണ്. താങ്കൾക്ക് അത് മനസ്സിലാവില്ലെന്ന് മാത്രം. ഇനി കണക്കുകളല്ലേ നമ്മുടെ മുന്നിൽ? കണക്കുകൾ എല്ലാവരുടെയും മുന്നിലുള്ളത്. ആ കണക്കുകളുടെ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന ക്രിസ്ത്യൻ ബെൽറ്റുകളിലൊക്കെ എന്ത് സംഭവിച്ചു? 10 വർഷം ഭരിച്ച പാർട്ടി ഇപ്പോഴും 58 സീറ്റിൽ വിജയിച്ചു നിൽക്കുക കേരളത്തിൽ. 10 വർഷം കേരളം ഭരിച്ച പാർട്ടി 58, ഇപ്പോഴത്തെ ഈ വോട്ട് ശതമാനം വെച്ച് കണക്കാക്കിയാൽ 58 സ്ഥലത്ത് വിജയിച്ചു നിൽക്കുക. അതുകൊണ്ട് എന്താ 52 സീറ്റാണ് കേരളത്തിൽ ജയിക്കാൻ 72 വേണേ? അല്ല ആയിക്കോട്ടെ, അപ്പുറത്ത് UDF ഉണ്ട് എന്ന് കരുതിക്കോളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് 72 വേണം. പക്ഷെ ഞാൻ പറഞ്ഞത് ഒലിച്ചു പോയിട്ടില്ലെന്നാ പറഞ്ഞത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചതാരാ? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചതാരാ? BJPയുടെ വിജയം അംഗീകരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് ഇടതുപക്ഷമാണ്. അതെ, അല്ല ഞാനതാ ആദ്യമേ കണക്ക് പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും, അതായത് കൂടുതൽ സീറ്റ് കിട്ടി എന്ന് BJP പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും 529 വോട്ടുകൾക്ക് പുറകിലാണ് BJP. വോട്ട് പെർസെന്റേജിൽ 0.2% കുറവിലാണ്. ഇല്ലില്ല, അവിടെ മൊത്തം കണക്ക് നോക്കുമ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ കണക്കിനുള്ളിൽ വരുമ്പോൾ, കോർപ്പറേഷൻ്റെ കണക്കിൽ വരുന്ന സമയത്ത് അത്രയും വോട്ടിന് പിന്നിലാണ് BJP. കേരളം മൊത്തം നോക്കുമ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഇടുക്കിയിൽ 6.81%, സംസ്ഥാനത്ത് കിട്ടിയതിൻ്റെ പാതി പോലും കിട്ടിയിട്ടില്ല. കോട്ടയത്ത് 15% ഉള്ളൂ. കണ്ണൂരിലേക്ക് വരുമ്പോൾ 8% ഉള്ളൂ. 10% താഴെ മാത്രമാണ് എറണാകുളത്തുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന തരംഗം എന്ന് പറയുന്നത്, ഒന്ന് നരേന്ദ്രമോദിയുടെ തരംഗം, മോദി വേവ് അവിടെയുണ്ട്. 2, അവിടെ സുരേഷ് ഗോപി ഒരു വലിയ ഫിഗറായിട്ട്, രാഷ്ട്രീയ ഫിഗറായിട്ട് വരുന്നു. ആ പൊളിറ്റിക്കൽ ഫിഗറായിട്ട് വരുന്ന തൃശ്ശൂരിലുള്ള സുരേഷ് ഗോപിക്ക് കലങ്ക് സംവാദങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ സാധിച്ചു? കലങ്ക് സംവാദം നടത്തിയ മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 75% സ്ഥലങ്ങളിലും BJP 3ാം സ്ഥാനത്താണ്. 75% കലിംഗ സംവാദം നടത്തിയിടങ്ങളിൽ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അതുകൊണ്ടാണ് 3ാമത്തെ പരാജയം സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പരീക്ഷണവും പാളിപ്പോയി എന്ന് പറഞ്ഞത്. കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. മത്സരിപ്പിച്ച ലോക്സഭയിലേക്ക് കേന്ദ്ര സഹമന്ത്രി ആവുകയും ചെയ്തു. അത് അംഗീകരിക്കാൻ താങ്കൾക്ക് മനസ്സ് വന്നിട്ടില്ല. എന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തോറ്റു 3ാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അത് ജയിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നു. ആയിക്കോട്ടെ, എന്നിട്ട് തൃശ്ശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയോ? തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ, ഒല്ലൂരിൽ, നാട്ടികയിൽ, ഇരിങ്ങാലക്കുടയിൽ, പുതുക്കാട് 5 ഇടങ്ങളിൽ 1ാം സ്ഥാനം. തദ്ദേശവും ലോക്സഭയും 2 വോട്ടിംഗ് പാറ്റേൺ അതിനുശേഷം ആ BJPക്ക് കൊടുത്ത ആ വോട്ടർമാർ ഇത്തവണ എന്തുകൊണ്ടാണ് BJPക്ക് വോട്ട് ചെയ്യാഞ്ഞത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അറിയാത്ത ആളാണോ താങ്കൾ? BJPക്ക് എന്താണ്? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെയല്ലല്ലോ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് വോട്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് അങ്ങനെയല്ല കേട്ടോ. ജില്ലാ പഞ്ചായത്ത് അങ്ങനെയല്ല. സുരേഷ് ഗോപി ജില്ലാ പഞ്ചായത്ത് പൊളിറ്റിക്കൽ. ജില്ലാ പഞ്ചായത്തിന് 3ാമത് പറയാം നമുക്ക്. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിനുശേഷം ക്ഷമിക്കണം, നമ്മളാ സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ പ്രത്യേകമാണ് സംസാരിക്കുന്നത്. അങ്ങനല്ല, ഇത് പറഞ്ഞു തീർക്കട്ടെ. അതിനുശേഷമുള്ള നമ്മളെല്ലാവരും നമ്മളല്ലേ നമ്മളിപ്പോ മനസ്സിലായി എന്താണ് സുജയ. ഇത് നമ്മൾ കണക്കുകൾ പറയില്ല. ഇതൊരു രാഷ്ട്രീയമല്ലേ. ആളുകൾ എന്താണ് ഫീൽഡിൽ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ ഇതിനകത്ത് ശരിയാവണമെന്നൊന്നുമില്ല. ഇത് നമ്മളെക്കാൾ നല്ല ബുദ്ധിയുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവരുടെ മുന്നിലേക്ക് നമ്മളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വിയോജിക്കും അല്ലെങ്കിൽ യോജിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നേരത്തെ പിയാസോൾ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ തവണ 2 ഡിവിഷൻ ഉണ്ടായിരുന്നില്ലേ ജില്ലാ പഞ്ചായത്തിൽ? ഇത്തവണ എത്ര ഡിവിഷനുണ്ട് BJPക്ക്? എത്ര ഡിവിഷനുണ്ട്? ഒരെണ്ണം.
ജില്ലാ പഞ്ചായത്തല്ലേ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത്. അതെ. പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന കഴിഞ്ഞ തവണ LDF-ന് എത്ര ജില്ലാ പഞ്ചായത്ത് ഭരണം ഉണ്ടായിരുന്നു? എത്രയുണ്ടായിരുന്നു ഭരണം? 7 ജില്ല. എത്രയിൽ നിന്നാണ് 11-ൽ നിന്ന് 7-ലേക്ക് വീണു? 4 പഞ്ചായത്തിന്റെ ഭരണം പോയി. 7 LDF-ഉം 4 ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പോയി LDF-ന്. അതാണ് പോക്ക്. അല്ലാതെ BJP-ക്ക് 2 സീറ്റിൽ നിന്ന് 1 സീറ്റ് ആയതിനേക്കാൾ വലിയ വീഴ്ച 4 പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതാണ് ആ രാഷ്ട്രീയത്തിന്റെ LDF-നെ കേരളം തിരസ്കരിച്ചു. 11 ഇടങ്ങളിൽ നിന്ന് 7 ഇടങ്ങളിലേക്ക് 11 ഇടങ്ങളിൽ നിന്ന് 7 ഇടങ്ങളിലേക്ക് LDF-നെ പരാജയപ്പെടുത്തി UDF ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാത്ത പാർട്ടി, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 1 ഡിവിഷൻ മാത്രം ഉണ്ടായിരുന്ന 2 ഡിവിഷൻ ഉണ്ടായിരുന്ന BJP ഇത്തവണ 1 ഡിവിഷനിലേക്ക് മാത്രമായി മാറി. ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത്. ഇപ്പോൾ ഒറ്റ കാര്യം 5-1 കോർപ്പറേഷൻ, അതിപ്പോൾ 1-1. LDF-ന് 1, NDA-ക്ക് 1, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, പക്ഷേ ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ ഒരെണ്ണത്തിൽ കൂടുതൽ സീറ്റ് നോക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു സീറ്റും 4 ജില്ലാ പഞ്ചായത്തിന്റെ ഭരണവും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. കൗതുകകരമായ കാര്യം അറിയോ? പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ LDF-ആണ് തോറ്റത്. പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ LDF തോറ്റു എന്ന് നമ്മൾ ഒരു 2 ഡിവിഷൻ LDF തോറ്റു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നതാണല്ലോ. UDF ജയിച്ചു, LDF തോറ്റു. നോക്കൂ, ഇതിനകത്ത് ആർക്കാണ് BJP LDF തിരിച്ചടി നേരിട്ടില്ലെന്ന് പറയുന്നത്? ഞാൻ പറയുന്നില്ല, പിയാസുൽ പറയുന്നില്ല. സംബന്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ LDF-ന് വലിയ തിരിച്ചടി മറച്ചു വെക്കാൻ BJP ഒരു സീറ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. ഈ കേരളത്തിന്റെ പൊളിറ്റിക്കൽ വോട്ടിംഗിൽ BJP ഒരു ജില്ലാ പഞ്ചായത്തിൽ മുന്നിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, മൊത്തമുള്ള ജില്ലാ പഞ്ചായത്തിലെ മൊത്തം ഡിവിഷനുകൾ എടുത്തു നോക്കുമ്പോൾ ആ ഡിവിഷനുകളിൽ ആകെ ഉണ്ടായിരുന്ന 2 എണ്ണത്തിൽ 1 എണ്ണം പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ BJP-ക്ക് വളർച്ചയല്ല ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. BJP കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടം പോലും ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിട്ടില്ല. അനുകൂല ഘടകങ്ങൾ പലതുണ്ടായിരിക്കെ ഒരു MP-യെ കിട്ടി. അതിനുശേഷം തിരുവനന്തപുരത്ത് മുൻവന്നു 10 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് വന്നത്. അതിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂരിലെ 5 എണ്ണം. അതിനുശേഷം വർക്കല, നെയ്യാറ്റിങ്കര, കോവളം, തിരുവനന്തപുരം, മഞ്ചേശ്വരം, കാസർഗോഡ്, ഹരിപ്പാട്, പാലക്കാട്, കായംകുളം 2-ാം സ്ഥാനത്ത് വന്നു. ഇക്കുറി ഇവിടങ്ങളിലെല്ലാം പിന്നിലേക്ക് പോകുന്ന കാഴ്ച, കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തിയാൽ തിരുവനന്തപുരത്ത് അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന കണക്കുകളാണ്. ആ ചലഞ്ച് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ആ അർത്ഥത്തിൽ BJP-ക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയായി മാറുന്നു. എന്തുകൊണ്ട് തിരിച്ചടിയായി മാറുന്നു എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ്. അതിന് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്യും. അതിന് ഈ നഷ്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പം സാധ്യമാകുമോ എന്നുള്ളതാണ്. അടിസ്ഥാനമായി BJP-ക്ക് കിട്ടുമെന്ന് കരുതിയിരുന്ന 2 പ്രധാനപ്പെട്ട വോട്ട് ബേസുകൾ, അതിലൊന്ന് ഈഴവ വോട്ടുകൾ, മറ്റൊന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ. ആ വോട്ടുകൾ ഇക്കുറി BJP-ക്കൊപ്പം പോകാത്തതാണ് കാരണം ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ആവർത്തിക്കുമോ എന്നുള്ളത് നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലേ മനസ്സിലാകൂ. പക്ഷേ അവരുടെ വോട്ടിംഗ് യൂണിവേഴ്സിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതിന് പല ചോദ്യങ്ങളുണ്ട്. ഇവിടെ കേക്ക് കൊടുക്കാൻ പോകും, അതിനുശേഷം അവിടെ ഛത്തീസ്ഗഡിൽ കേൾപ്പിക്കുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. ഇത് ജാർഖണ്ഡിൽ കേൾപ്പിക്കുകയും ചെയ്യും, ഛത്തീസ്ഗഡിൽ കേൾപ്പിക്കുകയും ചെയ്യും. കന്യാസ്ത്രീമാരുടെ മർദ്ദനം ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത വിഷയമായിരുന്നില്ലേ? ഒരേ സമയത്ത് കേക്ക് കൊടുക്കും, അവിടെ കന്യാസ്ത്രീകൾക്ക് മർദ്ദനവും കൊടുക്കും. ഇതാണോ അവസ്ഥ എന്നുള്ളത് കേരളം ചോദിക്കുകയും കേരളം കാണുകയും ചെയ്തിരുന്നതാണ്. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കേരളം കണ്ടിരുന്നതാണ്. ഇതൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് പോലെയുള്ള ക്യാമ്പയിനുകൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെ വോട്ടർമാർ വീണ്ടും LDF UDF പാറ്റേണിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ BJP-ക്ക് തിരിച്ചടിയോ എന്നുള്ള ചോദ്യത്തിന് BJP-ക്ക് തിരിച്ചടിയാണ് എന്നതാണ് എൻ്റെ വിഷയം. Meet the editors.